നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. സ്കൂൾ തുറക്കാറായി. എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണിത്. ഇത് ടിഫിൻ കാരിയർ. സ്കൂൾ കുട്ടികൾ അടുത്ത ആഴ്ച മുതൽ ഈ ടിഫിൻ കാരിയറുമായിട്ട് പോകാൻ തുടങ്ങും. ഇത് സ്റ്റീലിൻ്റെ ടിഫിൻ കാരിയറാണ്. എല്ലാവരും സ്റ്റീലിൻ്റെ ടിഫിൻ കാരിയറാണ് ഉപയോഗിക്കാറ് ഇന്നത്തെ കാലത്ത്. സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ ജോലിക്കാർക്കും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ടിഫിൻ കാരിയർ. എന്നാൽ മുംബൈ ടിഫിൻ കാരിയർ കൊണ്ടുകൊടുക്കുന്ന ഒരു സർവീസ് തന്നെ ഉണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് ടിഫിൻ കാരിയർ കൊണ്ടുകൊടുക്കുന്ന ഒരു സർവീസ്, അതാണ് ഡബ്ബാവാല. ഡബ്ബാവാലകളുടെ ജോലി എന്താണ്, അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, ഇന്നത്തെ വിശേഷം അതിനെപ്പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ഡബ്ബാവാല സർവീസ് മുംബൈയിൽ വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സർവീസാണ്. അത് ഒരു ബൃഹത്തായ നെറ്റ്വർക്കാണ്. നമ്മളുടെ തപാൽ ശൃംഖല പോലെ മുംബൈ മുഴുവനുമായി വിടർന്നു കിടക്കുന്ന ഒരു ശൃംഖല, ഒരു നെറ്റ്വർക്ക്. അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിൻ്റെ രാജാവായ ചാൾസ് രാജകുമാരൻ വരെ പ്രകീർത്തിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് പാരിതോഷികങ്ങളും മറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ വളരെ സത്യസന്ധമായും വളരെ സിസ്റ്റമാറ്റിക്കുമായും ചെയ്തു പോകുന്ന ഒരു സർവീസാണ് ഈ ഡബ്ബാവാല. ഡബ്ബാവാല സർവീസ് എന്ന് പറയുന്നത് ജോലിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഗൃഹനാഥന്മാർ ഇതുപോലെയുള്ള ടിഫിൻ കാരിയറുമായി രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ മടിയുള്ളവരാണ്. കുട്ടികളാകട്ടെ സ്ത്രീകളാകട്ടെ ടിഫിൻ കാരിയറുമായി ജോലി സ്ഥലത്തേക്ക് പോകും. എന്നാൽ ഗൃഹനാഥന്മാർക്ക്, പുരുഷന്മാർക്ക് ഇതുമായി പോകുവാനുള്ള മടിയുണ്ട്. അവർക്കത് പോകുന്നത് ബുദ്ധിമുട്ടാണ്. ഇതിനുള്ള പരിഹാരമാണ് മുംബൈയിലെ ഡബ്ബാവാല. ഇത് ഈ ടിഫിൻ കാരിയർ ഇവർ കൊണ്ടുപോയി ഓഫീസിൽ ആ ഗൃഹനാഥൻ്റെ ടേബിളിൽ കൊണ്ടുവയ്ക്കും. അത് ലഞ്ച് ടൈം ആകുമ്പോൾ ഗൃഹനാഥൻ്റെ വീട്ടിൽ നിന്ന് ഈ ടിഫിൻ കളക്ട് ചെയ്യുന്നതും ഡബ്ബാവാല ആണ്. അപ്പോൾ വീട്ടമ്മയ്ക്ക് രാവിലെ ഗൃഹനാഥൻ ജോലിയിലേക്ക് പോകുന്ന സമയം 7 മണി, 7:30, 8 മണിക്കൊക്കെ ആയിരിക്കും എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുക. ആ സമയം ഈ ഉച്ച ഭക്ഷണവും കൂടെ റെഡിയാക്കി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. വീട്ടമ്മ ഉച്ചയ്ക്ക് വീട്ടിൽ ഉച്ചഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. ആ ഉച്ചഭക്ഷണം ഉണ്ടാക്കി കഴിയുന്ന സമയമാകുമ്പോൾ ഡബ്ബാവാല വീട്ടിലെത്തും. അപ്പോൾ ഓഫീസിലേക്ക് കൊടുത്തുവിടേണ്ട ഭക്ഷണം ഇതുപോലെയുള്ള ടിഫിൻ കാരിയർ, സ്റ്റീലിൻ്റെ ടിഫിൻ കാരിയർ തന്നെ ആയിരിക്കും. ഇത് തട്ടുതട്ടായിട്ടുള്ള ടിഫിൻ കാരിയറാണ് അത് യൂസ് ചെയ്യുക. അപ്പം ഇതിൽ അകത്ത് ഒരു തട്ടാണുള്ളത്. അത് ഇതിൻ്റെ ഒരു തട്ട് ഇതിനകത്ത് ഇത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ട് ഇതിനകത്തുണ്ട്. ഇത് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ട്. അത് ഈ ടിഫിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ടാണ് ഇതിനകത്ത് കറി വെക്കുക. അപ്പം ഇതുപോലെ പല തട്ടുകളായിട്ടുണ്ട്. ഒരു തട്ട് ചോറല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തി വെക്കുക, അത് കഴിഞ്ഞ് മുകളിൽ ഒരു കറി വെക്കുക, പിന്നെ വേറൊരു കറി വെക്കുക. അങ്ങനെ 3-4 കറികൾ വെക്കുവാനും ആയിട്ട് ഇത്രയും ഒക്കെ പൊക്കത്തിൽ വരുന്ന ടിഫിൻ കാരിയറുകളുണ്ട്. അടുക്ക് പാത്രം എന്ന് പറയും. അങ്ങനെയുള്ള അടുക്ക് പാത്രമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റീൽ ആയിട്ടുള്ള അടുക്ക് പാത്രത്തിൽ വീട്ടമ്മ ഉച്ച നേരത്ത്
ഇതുപോലെ ഉണ്ടാക്കുന്ന ഭക്ഷണമെല്ലാം അടുക്കി വെച്ചിട്ട് റെഡിയാക്കി വെച്ചിരിക്കും. ഡബ്ബാവാലയ്ക്ക് ഒരു ടിഫിൻ കാരിയറുണ്ട്. അത് അലൂമിനിയത്തിൻ്റെ ടിഫിൻ കാരിയറാണ്. തട്ടുതട്ടായിട്ടൊന്നും കാണുകയില്ല, പക്ഷേ ഇത്രയും തന്നെ പൊക്കം കാണും. ഇത്രയും തന്നെ പൊക്കത്തിലുള്ള ഒരു ടിഫിൻ കാരിയറാണ് ഡബ്ബാവാലയ്ക്കുള്ളത്. അതിൻ്റെ മുകളിൽ പലവിധ നമ്പറുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഏത് വീട്ടിൽ നിന്നാണ്, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ഓഫീസ് എവിടെയാണ്, ഏത് ഓഫീസിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ടിഫിൻ എന്നുള്ള പല കോഡ് ഭാഷയിൽ നമ്പറുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ വീട്ടമ്മ വീട്ടിലുണ്ടാക്കുന്ന ഈ ഭക്ഷണം, സ്റ്റീൽ കാരിയറിൽ ഭക്ഷണം അത് കൊടുക്കുമ്പോൾ ഇത് അവർ അലൂമിനിയം കാരിയറിനകത്ത് അത് അടച്ചു വെച്ചിട്ട് ആണ് ഡബ്ബാവാല കൊണ്ടുപോവുക. ഇങ്ങനെ മുംബൈയിൽ നഗരത്തിൽ ഉള്ള മുഴുവൻ ഡബ്ബാവാലകളും ഇങ്ങനെ പല വീടുകളിൽ നിന്നും ഉള്ള ഭക്ഷണം ശേഖരിച്ചിട്ട് അവർക്ക് ഓരോ ഏരിയയിലേക്ക് ഈ ഡബ്ബകൾ കൊണ്ടുപോകും. അത് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ പ്രത്യേക സൗകര്യമുണ്ട്. ട്രെയിനിൽ ഇവർക്ക് തന്നെയായിട്ടുള്ള കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിനുള്ളിൽ വെച്ച് വലിയതായിട്ടുള്ള റാക്കുകളുണ്ട്. ആ റാക്കിൽ ഒരുപാട് ടിഫിൻ കാരിയറുകൾ അടുക്കി വെച്ച് തലച്ചുമടായിട്ടാണ് ഇവർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ട്രെയിനിലൊക്കെ കയറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് ഈ ട്രെയിനിൽ പോകുന്ന ഈ ടിഫിൻ കാരിയറുകൾ അതാത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ, ആ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ഡബ്ബാവാല ഏത് ഓഫീസിലേക്കാണ് ഈ ടിഫിൻ പോകേണ്ടത്, ആ ടിഫിൻ എടുത്ത് അതേ ഓഫീസിൽ ചെന്ന് ഏത് ഗൃഹനാഥൻ്റെ ആണോ ഗൃഹനാഥൻ്റെ ഇരിക്കുന്ന ടേബിളിൽ തന്നെ കൊണ്ടുവയ്ക്കുന്നു. അത് ഉച്ച സമയമാകുമ്പോൾ, ലഞ്ച് ടൈം, ഓഫീസിലെ ലഞ്ച് ടൈം ആകുമ്പോൾ ഈ ടേബിളിൽ ഈ ലഞ്ച് ചെന്നിരിക്കും. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒഴിഞ്ഞ പാത്രം അതുപോലെ തന്നെ എടുത്ത് മാറ്റി വെക്കുക ഗൃഹനാഥൻ. ഈ ഡബ്ബാവാല ഒഴിഞ്ഞ പാത്രം എടുത്തോണ്ട് വന്നിട്ട് അതുപോലെ തന്നെ തിരികെ അതേ വീട്ടിൽ തന്നെ തിരികെ കൊണ്ടു കൊടുക്കുന്നു. നമ്മുടെ വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ, നിറച്ച ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവയ്ക്കുകയും ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന പോലെയുള്ള ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. ഒഴിഞ്ഞ പാത്രം തിരികെ കൊണ്ടു കൊടുക്കും വീട്ടിൽ. അതുപോലെ തന്നെ ഓരോ ദിവസവും ലഞ്ച് ടൈം ഓഫീസിൽ ആകുന്നതിന് മുന്നേ തന്നെ വീടുകളിൽ വന്ന് ഈ കംപ്ലീറ്റ് ഭക്ഷണം, നിറഞ്ഞ ഭക്ഷണം ഇത് അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോയി അത് കറക്റ്റ് ലഞ്ച് ടൈം ഓഫീസിന് ആകുമ്പോൾ ഗൃഹനാഥൻ്റെ ടേബിളിൽ ഇത് ലഞ്ച് എത്തുന്നു. അത് വളരെയേറെ വർഷങ്ങളായി നടക്കുന്ന ഒരു സർവീസാണ്. അത് കാരണം വളരെയേറെ ഗൃഹനാഥന്മാരെല്ലാവരും തന്നെ രാവിലെ തന്നെ ഭക്ഷണം പൊതിഞ്ഞു കിട്ടി പോകുന്ന ശീലം അവർക്ക് അവിടെ ഇല്ല. ഈ ഡബ്ബാവാല സർവീസാണ് ഇവർക്കുള്ള ഭക്ഷണം എത്തിക്കുക. അപ്പോൾ ഗൃഹനാഥന് വീട്ടിലെ ഭക്ഷണം തന്നെ അതും ചൂടോടെ തന്നെ കഴിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അതേപോലെ വീട്ടമ്മയ്ക്ക് രാവിലെ 8 മണിക്ക് മുന്നേ തന്നെ ഉച്ചക്കലത്തെ ഭക്ഷണം കൂടെ ഉണ്ടാക്കുവാനുള്ള കഷ്ടപ്പാട് ഉണ്ടാകുന്നില്ല. സാവധാനത്തിൽ ഉച്ചനേരമാകുമ്പോൾ ഉച്ചഭക്ഷണം റെഡിയാക്കിയാൽ മതി. ഇതാണ് മുംബൈയിലെ ഡബ്ബാവാല സർവീസ്. അപ്പോൾ നാളെ സ്കൂളുകളിലേക്ക് പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.